വെരി ഇൻ്റലിജൻ്റ് ഏറ്റവും ചെറിയ നമ്മുടെ ജാക്ക് വരെ ഉണ്ട് ഇവിടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കെന്നലിലാണ്. ഇവിടെ കുറേ ഡോഗ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ബ്രീഡ്സ് എല്ലാം കൂടിയിട്ട് ഒരു ഹാൻഡിൽ ചെയ്യണ, അവരെങ്ങനെ ഫ്രീ ആക്കണു, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക അവർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കണത്. ഇപ്പൊ നമ്മുടെ രുദ്രയ്ക്കും ബാക്കിയുള്ള ഡോഗ്സിനൊക്കെ ഇതൊരു സോഷ്യലൈസേഷൻ കൂടിയാണ്. രുദ്ര അപ്പോൾ ഇതിൽ ഏതൊക്കെ ബ്രീഡുകൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. വേൾഡിൽ തന്നെ നല്ല അഗ്രസീവായിട്ടുള്ള ബ്രീഡുകൾ ഇതിലുണ്ട്, നല്ല എനർജറ്റിക്, നല്ല പ്ലാറ്റ്ഫുൾ ആയിട്ടുള്ള ബ്രീഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പിന്നീട് കുറച്ചായിട്ട് അറിയാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡോഗ്സൊക്കെ ആയിട്ട് ഇവരെ നല്ല രീതിയിൽ മിങ്കിളിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ രുദ്രേനെയും ഭാഗ്യേനെയും മേജിക്ക് ആഫ്റ്റർ ലോങ് ടൈമാണ് മേജിക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾ ഇന്ത്യ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന കാരണം കൊണ്ട് 2 ഡോഗ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് സമയത്ത്, രുദ്ര, ഭാഗ്യ. രുദ്ര കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടുന്ന് പോണേറ്റ് മുമ്പ് 2 മാസം മുമ്പ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത് പോയൊരു അഗ്രസീവായിട്ടുള്ള ഒരു ഡോഗായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. ബൈക്ക് ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്ഡേഷനായിട്ട് ഇവൻ്റെ വർക്കുകളും ഏത് കോമ്പറ്റീഷനാണ് ഇവൻ പോയിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യും. 2 ഇയറിലാണ് നമ്മുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. 2 ഇയറിൽ എത്രയൊക്കെ മാറ്റങ്ങൾ ഡോഗ്സിന് വരുത്താൻ പറ്റും. പലർക്കുള്ള ചിന്തകളാണ് 6 മാസം 1 വർഷത്തിനുള്ളിലൊക്കെ ഡോഗിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇത്ര വലിയ കോമ്പറ്റീഷൻസുകളൊക്കെ 2 ഇയറിൽ ഇവരെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും. അൺകൺട്രോളബിളാണ് ആൾ. ഇനഫ് ബോയ്, അൺകൺട്രോളബിളാണ് ആൾ. അതാണ് ഇവൻ്റെ പ്രത്യേകത. പിന്നെ ഹൈ ടെമ്പറും ഇവൻ്റെ ബ്ലഡ് ലൈനും നല്ല ഡിഫറൻസാണ്. ബെൽജിയം ഇല്ലിനോയ്സിനെ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ജനറ്റിക് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ബ്ലഡ് ലൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവനൊരു PDC എന്ന് പറഞ്ഞ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞിട്ടും കോമ്പറ്റീഷൻസുകളൊക്കെ ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ, പ്രൊഡക്ഷൻ കാറ്റഗറിയിൽ തന്നെ. ഇപ്പോൾ നമ്മുടെ ഭാഗ്യ ഹീറ്റാണ് കേട്ടോ. ഡച്ച് മെലിനോയ്സും കൂടിയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും കുട്ടികളെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ വട്ടം ട്രൈ ചെയ്യുകയാണ്. ഡച്ച് മെലിനോയ്സും കുറേ ആൾക്കാർ ബ്രീഡ് ചെയ്യുന്നത് തന്നെയാണ്. ഡച്ചിന് സർട്ടിഫിക്കറ്റ് ഇല്ല, KCA ഇത് സർട്ടിഫിക്കറ്റ്. നെതർലാൻഡാണ് ഇവരുടെ നേറ്റീവ്. ബെൽജിയം പോലെ തന്നെ സെയിം IQ, സെയിം എനർജി, ബട്ട് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഒരു വീഡിയോ. പിന്നെ ഈ ബെൽജിയവും ഡച്ചും തമ്മിൽ മീറ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എത്ര ഇൻ്റലിജൻ്റായിട്ട് എങ്ങനെയുള്ള പപ്പീസുകളാണ് വരുന്നതെന്ന്. സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ അറിയാൻ പറ്റും. ഡച്ച് വളരെ റയറായ കാരണം കൊണ്ട് ഇവരെ വംശനാശം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ മെലിനോയ്സിൽ ഇവരെ മീറ്റ് ചെയ്യുന്നത്. 99% എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് ഇവരെ. എബിലിറ്റി, ഇൻ്റലിജൻസ്, സ്മാർട്ട്നെസ്, എവറിത്തിങ് കോമൺ തന്നെയാണ് ഇവരുടെ. പിന്നെ നമ്മുടെ മേജിക്കാണ് DDR ജർമ്മൻ ഷെപ്പേർഡ്. DDR ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കോമ്പാക്റ്റ് അല്ല, കുറച്ചും കൂടി ഹൈ ആണ്. നോക്ക് മേജിക്കിന്. ഭാഗ്യനെ എടുത്തുക, ഭാഗ്യനെ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മേജിക്ക് നമ്മുടെ അടുത്തേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഭാഗ്യയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പാക്കിൻ്റെ ലീഡർ റോളായിരുന്നല്ലോ. ഇപ്പോൾ നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടാണെങ്കിലും നമ്മളിപ്പം ട്രാവലിങ്ങിലും എല്ലാ കാര്യത്തിനും സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു മെയിൽ ഡോഗായ കാരണം കൊണ്ടാണ്. അപ്പോൾ മേജിക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവോയ്ഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക അവൾ. നമുക്ക് ശരിയാക്കി എടുക്കണം. എന്നിരുന്നാലും വളരെ ക്ഷീണമാണ് മേജിക്കിന്. നമ്മളവിടെ ആക്കിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇവർ മീറ്റായി, ഫസ്റ്റ് ഹീറ്റിൽ തന്നെ മീറ്റായി, കുട്ടികളുണ്ടായി, അങ്ങനെ കുറേ പ്രശ്നമായത്. ഇതിന് ശേഷം ടിക് ഫീവർ വന്നു ആൾക്ക്. മേജിക്ക് എന്നും ക്ഷീണമാണ്. നമ്മൾ ലാസ്റ്റ് സമയത്ത് ഗുജറാത്തിലേക്കൊക്കെ നമ്മുടെ ഇതിനായിട്ട് മുമ്പുള്ള പോക്ക് പോകുന്ന സമയത്ത് മേജിക്കിനെടുത്തു. അന്ന് ഭയങ്കര പാലക്കാട് നമ്മളിട്ടിട്ട് വളരെ ക്ഷീണമായിട്ട് കൊണ്ടുപോയി നമ്മൾ ഹെൽത്തൊക്കെ റെഡിയാക്കി ഇവിടെ വന്നു. ഇതിപ്പോൾ വീണ്ടും ഹെൽത്ത് റെഡി ആവാണ്ട് നമുക്ക് വീണ്ടും വന്നിരിക്കും. മേജിക്കിന് പ്രശ്നമല്ല, ഇതെൻ്റെ പ്രശ്നമാണ്. നമുക്ക് അവളെ ശരിക്കും കെയർ ചെയ്യാൻ പറ്റണില്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ മേജിക്കിന് വേണ്ടിയിട്ട് ഒരു 6 മാസം
ഞാൻ നിർത്തിവെക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഡോഗിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഡോഗ് ഷൈ ആയി. മേജിക് ഇങ്ങനെയല്ല ഈ ഡോഗ് വരുന്നുണ്ടായിരുന്നു. കണ്ട വളരെ ഷൈ ആയിട്ട് ഇങ്ങനെയല്ലായിരുന്നു. പഴയ മേജിക്കിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്കാരോ നമ്മുടെ മേജിക്കിനെ അറിയുന്ന ആൾക്കാരോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മേജിക്കിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ യൂറിനൊക്കെ ചെയ്തിട്ട് അത് കെനൽ മാനേജ് ചെയ്ത് അങ്ങനെ ഇടുന്ന സമയത്തൊക്കെ പ്രോബ്ലംസുകൾ വരുന്നുണ്ട്. നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല. ലൈഫ് സ്റ്റോക്ക് എവിടെ വെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിലെന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കാണ്. അപ്പോൾ നമുക്ക് സമയം കൊടുക്കാൻ പറ്റാണ്ടും ട്രെയിനിങ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു കോമ്പറ്റീഷന് വേണ്ടി തയ്യാറാക്കാം. ഇവരെ 3 ആളെയും ഒരുമിച്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് ഒന്ന് വർക്ക് പ്രോസസ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് പഠിക്കണം ഇഷ്ടമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു സെമിനാറാണ്. അതിലൂടെ ഡോഗിനെ കുറിച്ചിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടും അറിയാത്ത ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലൊരു അവയർനെസ് കിട്ടുന്ന ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോഗിനെ അടക്കം ഈ സെമിനാറിന് കൊണ്ടുപോകാം. 2 ഇയർ 3 ഇയർ 4 ഇയർ ഇനഫ് രുദ്രാക്യു എത്ര ഇയറുള്ള ഡോഗിന് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ആ ഡോഗിന് 2 ഡേയ്സിലെ നമ്മുടെ സെമിനാറിന് ഉള്ളിൽ തന്നെ ഡോഗ് ഫുൾ പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ തരും. ഓഫ് ലീഷ്, ഒബീഡിയൻസ്, ബിഹേവിയറിങ്, റീസൺ ഓഫ് ദ അഗ്രഷൻ, ബിഹേവിയറിങ്, അതിൻ്റെ റീസൺ നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ആ ചെക്കൻ്റെ അടുത്തേക്ക് പോയത് കണ്ട്, അതായത് ഇതൊക്കെ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങളായിട്ടാണ് കണക്കാണ്. ചെറിയ ചെറിയ മിസ്സിങ് ഉണ്ടായാൽ മതി. ഇതുവരെ ഒരു ബൈറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2 മന്തായിട്ട് നമ്മുടെ ഒപ്പം 2.5 മന്തായി നമ്മുടെ ഒപ്പം രുദ്ര. അപ്പോൾ ഉണ്ടാവാം, ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ, നല്ല രീതിയിൽ. ഇവരൊക്കെ വേണമെങ്കിൽ ഒരു കണ്ണൊന്ന് തെറ്റിയാൽ മതി, അപ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടാക്കാം. അങ്ങനെ ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർമാർക്ക് ഡിമോട്ടിവേഷൻ ആവും, ഡോഗിന് അത് ബിഹേവിയറിൽ പ്രോബ്ലം വരും, നമുക്ക് ഒരു സുഖില്ല ഉണ്ടാവും ട്രാവലിങ്ങിൽ. അപ്പോൾ ടേക്ക് കെയർ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു വിശേഷങ്ങളായിട്ട് വീണ്ടും വരും. അതുവരേക്ക് ബൈ.